മക്കളെ നമുക്ക് സർക്കിൾസിലെ പുതിയൊരു കോൺസെപ്റ്റ് എടുക്കാം. നമ്മളിപ്പോൾ പഴയതെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. പഴയതോ അതിന്റെ റിലേറ്റഡ് കോൺസെപ്റ്റോ എല്ലാം തീർന്നിട്ടുണ്ട്. ഒരു സർക്കിളിന്റെ സെന്റർ ആണ് O. ഈ സർക്കിളിൽ നിന്നും ഒരു 2 സെന്റിമീറ്റർ മാറി ഞാനൊരു കോഡ് വരയ്ക്കുന്നു. കണ്ടല്ലോ, ഇതാണ് ആ കോഡ്. ഈ കോഡിന്റെ പേര് ഞാൻ കൊടുക്കാം AB. ഇതേ ലെങ്ത് തന്നെയായിരിക്കും ഈ സെന്ററിൽ നിന്നും 2 സെന്റിമീറ്റർ മാറ്റി വരയ്ക്കുന്ന എല്ലാ കോഡുകൾക്കും. എന്താ ഇവിടേക്ക് 2 സെന്റിമീറ്റർ മാറ്റി ഒരു കോഡ് വരച്ചു എന്ന് വെച്ചോ, ഇതിന്റെ ലെങ്ത് ഇതിന് PQ എന്ന് പേര് കൊടുക്കുകയാണെന്ന് വെച്ചോ, ഞാൻ ഉറപ്പായിട്ടും ABയുടെ ലെങ്ത് തന്നെ ആയിരിക്കും PQന്. ഇവിടുന്ന് 2 ദേ ഇങ്ങോട്ട് മാറ്റിയായിരുന്നു വരയ്ക്കുന്നതെന്ന് വെച്ചോ, ഇങ്ങനെ ഒരു കോഡ് വരും. ഇതിന്റെ പേര് MN എന്നാന്ന് വെച്ചോ, ഇതിനും ഇതേ ലെങ്ത് ആയിരിക്കും. മുകളിലേക്ക് മാറ്റി വരച്ചെന്ന് വെച്ചോ, അവിടെ കിട്ടുന്നതിനും സെയിം ലെങ്ത് ആയിരിക്കും. അതായത് കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സെന്ററിൽ നിന്നും ഒരേ ദൂരത്തിൽ മാറിക്കിടക്കുന്ന ലൈനുകൾക്കെല്ലാം എന്നല്ല, കോഡുകൾക്കെല്ലാം ഒരേ നീളമായിരിക്കും. ഓക്കെ, അതായത് സെന്ററിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയ കോഡുകൾക്ക് ഒരേ ലെങ്ത് ആയിരിക്കും. സെന്ററിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയ കോഡുകൾക്ക് ഒരേ ലെങ്ത് ആയിരിക്കും. തിരിച്ചും പഠിക്കണം, ഒരേ ലെങ്ത് ഉള്ള കോഡുകൾ സെന്ററിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആയോ? എന്താ പറഞ്ഞത്? സെന്ററിൽ നിന്നും ഒരേ ദൂരത്തിൽ മാറിക്കിടക്കുന്ന കോഡുകൾ ഒരേ നീളമുള്ളവയാണ്. അഥവാ ഒരേ നീളമുള്ള കോഡുകൾക്ക് സെന്ററിൽ നിന്നുള്ള ദൂരം സെയിം ആണ്. മക്കളിതേ നോക്കിക്കേ, നമ്മുടെ 10.4 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞത്? ഇഫ് 2 ഈക്വൽ കോഡ്സ് ഓഫ് ദ സർക്കിൾ, ശ്രദ്ധിക്കേണ്ടത് ഈക്വൽ കോഡാണ്, ഇന്റർസെക്ട് വിത്തിൻ ദ സർക്കിൾ, സർക്കിളിനുള്ളിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്യുന്നു. പ്രൂവ് ചെയ്യേണ്ടത് സെഗ്മെന്റ് ഓഫ് വൺ കോഡ് ആർ ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് സെഗ്മെന്റ് ഓഫ് അതർ കോഡ്. ഒന്നാമത്തെ കോഡിന്റെ പാർട്ടുകൾ തന്നെയാണ് രണ്ടാമത്തെ കോഡിനുമെന്ന് തെളിയിക്കുക. നമ്മൾ അതിപ്പോ എന്ത് ചെയ്തു? ഇതേ നോക്കിക്കോ, അപ്പോൾ നല്ലതായിട്ട് ശ്രദ്ധിച്ചിരുന്നോണം. ഒരു സർക്കിൾ വരച്ചു. ആദ്യം നമ്മൾ AB എന്ന് പറയുന്ന ഒരു കോഡ് അങ്ങോട്ട് വരച്ചു വെച്ചു. ഓക്കെ, വേണേ ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സർക്കിൾ എന്ന് വെച്ചോ. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ ഒരു കോഡ് വരയ്ക്കുന്നു, AB. വേണ്ടേ, ഇതാണ് നമ്മുടെ AB. ദെൻ സെന്ററിൽ സെയിം നീളമുള്ള വേറൊരു കോഡ് വരയ്ക്കുന്നു. പ്രത്യേകത ഇതിനെ ഇന്റർസെക്ട് ചെയ്യണം. ദേ വേറൊരു കോഡ് വരച്ചു, ഇത്രയും വരച്ചു വെച്ചു. അതാണ്. ഇനി മക്കൾ ഈ ഫിഗറിലേക്ക് ശ്രദ്ധിക്കും. എന്താണ്? അപ്പൊ ദേ സർക്കിൾ വരച്ചു, AB വരച്ചു, CD വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരേ നീളമാണല്ലേ, ഒരേ നീളമായ സ്ഥിതിക്ക് നമുക്ക് സെന്ററിൽ നിന്നും ഇവർക്ക് ഒരേ ഡിസ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കാം. കുറച്ചു മുമ്പേ പറഞ്ഞതല്ലേ, ഈക്വൽ ഡിസ്റ്റൻസിലുള്ള കോഡുകൾക്ക് ഈക്വൽ ലെങ്ത്. അപ്പൊ ഈക്വൽ ലെങ്ത് ആയ സ്ഥിതിക്ക് ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ സെന്ററിൽ നിന്നും ആദ്യം ABയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതാണ് ആര്? OM. സിമിലർലി DCയിലേക്കും വരയ്ക്കുന്നു. അതാണ് ON. പിന്നെന്താ? അപ്പൊ നമ്മൾ ട്രയാങ്കിളുകളൊന്നും കാണാത്തത് കൊണ്ട് സെന്ററിൽ നിന്നും ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലേക്കും വരയ്ക്കുന്നു. വരച്ചേ മക്കള്, 2 ട്രയാങ്കിൾ കണ്ടേ. നമുക്കിനി എന്ത് ചെയ്യാം? ഇവരുടെ കോൺഗ്രുവൻസി ഒന്ന് പ്രൂവ് ചെയ്യാം. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ട്രയാങ്കിൾ OMPയും ട്രയാങ്കിൾ ONPയും കൺസിഡർ ചെയ്യുകയാണ്. ഇത് ഇവിടേക്ക് നോക്കിക്കോ. ഇൻ ട്രയാങ്കിൾ OMP ആൻഡ് ONP നമുക്ക് എന്തറിയാം? ഈ ആംഗിൾ പെർപെൻഡിക്കുലർ ആയിരുന്നല്ലേ വരച്ചേ. ഈ ആംഗിൾ 90 അല്ലേ? ഈ ആംഗിളിന്റെ പേരെന്നാ? OMP. ആംഗിൾ OMP ഈസ് ഈക്വൽ ടു ആംഗിൾ ONP. ആംഗിൾ OMP ഈസ് ഈക്വൽ ടു ONP. എന്താ റീസൺ? 90 ഡിഗ്രിയാ. നമ്മൾ ബൈ കൺസ്ട്രക്ഷൻ ചെയ്തതാണ്, നമ്മളായി വരച്ചു ചേർത്തതാണ് പെർപെൻഡിക്കുലർ. ഇനി എന്താ? ഈ 2 ട്രയാങ്കിൾ നോക്കിക്കേ. ON is equal to OM ആണ്. കാര്യം എന്താ? ഒരേ നീളമുള്ള കോഡുകൾ ഒരേ ഡിസ്റ്റൻസിലാണ്. ON is equal to OM. OM is equal to ON. റീസൺ എന്താ? ഈക്വൽ കോഡ്സ് ഓഫ് ദ സർക്കിൾ ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ സെന്റർ. സെന്ററിൽ നിന്നും ഒരേ ദൂരത്തിൽ നിന്നാണ്. ഇനി എന്ത് നോക്കാം? ഇനി വേണ്ടേ? OP is equal to OP അല്ലേ? OP എന്ന് പറയുന്നത് എന്താണ്? രണ്ടിനും കോമൺ ആണ്. അതായത് OP is equal to OP. OP എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ്. അതുകൊണ്ട് കോമൺ സൈഡ്. അതുകൊണ്ട് എന്ത് പറയാം?
രണ്ട് സൈഡും ഒരു ആംഗിളും ഈക്വൽ ആയല്ലേ? അതുകൊണ്ട് നമുക്കിതിനെ SAS പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇവർ കോൺഗ്രുവന്റ് ആന്ന് പറയാം, അല്ലെങ്കിൽ RHS പ്രോപ്പർട്ടിയും പറയാം. എന്തുകൊണ്ട്? 90 ഡിഗ്രി വന്നതുകൊണ്ട്. നമ്മൾ ട്രയാങ്കിളിൽ പഠിച്ചതാ. ഇതിൽ നിന്ന് നമുക്ക് എത്താവുന്ന കൺക്ലൂഷൻ എന്താ? രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ആയിരുന്നല്ലേ? മൂന്നാമത്തെ സൈഡുകൾ ഈക്വൽ ആയിക്കോളും. റീസൺ CP/CT, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ. അപ്പൊ നമ്മൾക്ക് ഐഡിയ ഇല്ലാതെ കിടന്നത് PM-നെയും PN-നെയും കുറിച്ചായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? PM = PN. റീസൺ എന്താണ്? CP/CT. ഇത്രയും ക്ലിയർ ആണല്ലോ മക്കളെ? ഈ പോയിന്റ് വരെ പറഞ്ഞു നിർത്തി. ഇനി എന്താ നോക്കിക്കേ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ആദ്യത്തെ കോഡിന്റെ ലെങ്ത് ആയ AP-യും, അതായത് നീളം കൂടിയ ലെങ്തും, രണ്ടാമത്തതിന്റെ നീളം കൂടിയത് ഏതാ? CP. AP = CP എന്നാ പ്രൂവ് ചെയ്യണ്ടേ. മക്കളൊന്ന് നോക്കിക്കേ, AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? രണ്ട് കോഡിനും തുല്യമായ ലെങ്ത് ആണെന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? AB = CD ആണ്. AB-യും CD-യും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ AB-യുടെ പകുതിയല്ലേ AM? നമ്മൾ എന്താ പറഞ്ഞ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു എന്നാ പറഞ്ഞേ. അപ്പൊ AB-യുടെ പകുതിയാണ് AM, CD-യുടെ പകുതിയാണ് എന്ത്? CN. അപ്പൊ ഞാൻ രണ്ട് സൈഡിലും പകുതി എടുക്കുന്നു. AB-യുടെ പകുതിയും CD-യുടെ പകുതിയും ഈക്വൽ ആയിരിക്കില്ലേ? കാര്യം എന്താ? AB-യും CD-യും ഈക്വൽ ആണെങ്കിൽ അവരുടെ പകുതികളും ഈക്വൽ ആയിരിക്കും. അപ്പൊ AB-യുടെ പകുതിയായ AM-ഉം CD-യുടെ പകുതിയായ CN-ഉം ഈക്വൽ ആണ്. അത്രയും ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇപ്പൊ നമുക്കുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാന്ന് എന്നെഴുതി വെച്ചേ. നമുക്കിപ്പം PM = PN ആണെന്നറിയാം. സിമിലർലി AM = CN ആണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഫിഗറിലേക്ക് നോക്കിക്കേ മക്കളെ. AM-ഉം PM-ഉം കൂടെ ആഡ് ചെയ്താൽ AP കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ AM + PM, ഈ സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതും ഈ സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതും ഈക്വൽ അല്ലേ? AM + PM = PN + CN. AM + PM ഏതാ? AM എന്ന് വെച്ചാൽ ഇത്രയുമാണ്, PM എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. എഫക്റ്റീവ്ലി AP. ദാറ്റ് ഈസ് AP = ഈ സൈഡിലേക്ക് വാ, PN എന്ന് പറഞ്ഞാൽ ഇത്രയും, CN എന്ന് പറഞ്ഞാൽ ഇത്രയും, എഫക്റ്റീവ്ലി CP. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? AP = CP എന്ന് കിട്ടി. എഴുതി വെച്ചിരിക്കുന്നു, ഇവിടേക്ക് നോക്ക്. AP = CP. അപ്പൊ ആ ലെങ്ത് കൂടിയ പാർട്ടുകൾ ഈക്വൽ ആണെന്ന് തെളിയിച്ചു. ഇനി എന്ത് വേണം? ലെങ്ത് കുറഞ്ഞത് കൂടെ വേണം അല്ലേ? അപ്പൊ എങ്ങനെ ചെയ്യും മക്കൾ? നോക്ക്, നമുക്കറിയാവുന്ന കാര്യം എന്താ? AB = CD ആണെന്നറിയാം. AP = CP ആണെന്ന് ഇപ്പൊ കിട്ടി. ഇവരെ തമ്മിലൊന്ന് സബ്ട്രാക്ട് ചെയ്തേ. AB എന്ന് പറഞ്ഞാൽ ഇത്രയും നീളം, അതിൽ നിന്ന് AP പോയി കഴിഞ്ഞാൽ മിച്ചം എന്തുണ്ട്? BP ഉണ്ടല്ലേ? അപ്പൊ AB-യിൽ നിന്നും AP-യെ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? BP കിട്ടും. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്തതുപോലെ ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യ്. CD എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്ത്, അതിൽ നിന്ന് CP പോയാൽ മിച്ചം എന്തുണ്ട്? DP ഉണ്ട്. അതായത് CD - CP എന്ന് പറഞ്ഞാൽ DP ആണ്. DP. അപ്പൊ എന്താ? ആ കോഡിന്റെ ചെറിയ സൈഡുകളും ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ? അപ്പൊ എന്താ? അവരുടെ ആവശ്യം ശരിയായില്ലേ? എന്താണ് ചോദ്യം? ഒന്നുകൂടെ നോക്കിക്കോ. ഒരു സർക്കിളിന് രണ്ട് തുല്യമായ നീളമുള്ള കോഡുകൾ അവർ ഇന്റർസെക്ട് ചെയ്യുന്നു. നമ്മൾ ഇതേപ്പോ വരച്ചു ഈ റെഡ് കളറില്. അവർക്ക് അവരുടെ സെയിം പാർട്ടുകൾ, കറസ്പോണ്ടിങ് പാർട്ടുകൾ ഈക്വൽ ആണ്. അഥവാ ലെങ്ത് കൂടിയ സൈഡിനോടും കുറഞ്ഞതിനോടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? സെന്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. അപ്പോഴാണ് ഓർക്കുന്നത്, പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ഡിഗ്രി കോൺസെപ്റ്റ്, കോമൺ സൈഡ്, പിന്നെന്താ? ഒരേ നീളമുള്ള കോഡുകൾ ഈക്വൽ ഡിസ്റ്റൻസിലാണ്, അതുകൊണ്ട് ഈക്വൽ. അങ്ങനെ RHS കോൺഗ്രുവൻസിയോ അല്ലെങ്കിൽ SAS കോൺഗ്രുവൻസിയോ വെച്ചിട്ട് നമുക്ക് പിന്നെന്ത് പറയാം? PM = PN ആണെന്ന് പറഞ്ഞു. ദെൻ AB-യും CD-യും ഈക്വൽ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ബാക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതേപോലെ തന്നെയാണ് ചോദ്യം. എന്താണ്? 2 ഈക്വൽ കോഡ് ഓഫ് ദ സർക്കിൾ ഇന്റർസെക്ട് വിത്തിൻ ദ സർക്കിൾ. കുറച്ച് മുമ്പിലത്തെ അതേ ഫിഗർ തന്നെ നമ്മൾ വരച്ചു വെച്ചു. കാര്യം അതേ ക്വസ്റ്റ്യൻ തന്നെ. എന്താ ചോദിച്ചേക്കുന്നേ? പ്രൂവ് ദാറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ടു ദ സെന്റർ മേക്ക് ഈക്വൽ ആംഗിൾ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഏതാ? P. അത് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളുകൾ ഈക്വൽ ആണ് എന്ന് തെളിയിക്കാൻ, അഥവാ
ഒ പി എന്നും ഒ പി എമ്മും ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ. ഈ രണ്ടുപേരും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ് തെളിയിക്കാൻ. അപ്പൊ കുറച്ച് മുമ്പിലത്തെ കോൺഗ്രുവൻസ് വെച്ചിട്ട് ഇനിയും പറയേണ്ട കാര്യമില്ല, ഇവർ രണ്ടുപേരും കോൺഗ്രുവന്റ് ആണെന്ന് പറഞ്ഞില്ലേ. രണ്ട് ട്രയാങ്കിളുകൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ സി പി സി ടി വെച്ചിട്ട് കറസ്പോണ്ടിങ് ആംഗിളുകളും സെയിം ആണെന്ന് പറഞ്ഞൂടെ. അപ്പൊ നമുക്ക് എന്തറിയാം, ഒ എമ്മും ഒ എന്നും ഈക്വൽ ആണ്. ഒ എമ്മിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാ? ഇതല്ലേ. ഒ എമ്മിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാ? ഇത്. അതായത് ആംഗിൾ ഒ പി എം. ഒ പി എം. അടുത്തത് ഒ എമ്മിന് ഈക്വൽ ആയ ആളാണ് ഒ എൻ. ഒ എന്നിന് ഓപ്പോസിറ്റ് ആരാണ്? ഒ പി എൻ. ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്. റീസൺ എന്താ? സി പി സി ടി. അത്രേ ഉള്ളായിരുന്നു, ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഇല്ല. കഴിഞ്ഞ തവണത്തതുപോലെ തന്നെ അതേ കോൺഗ്രുവൻസി എഴുതി വെക്കുക, എന്നിട്ട് ആ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പറയുക. ഒറ്റ സ്റ്റേറ്റ്മെന്റ്, സി പി സി ടി. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് എ ലൈൻ ഇന്റർസെക്ട് ടു കോൺസെൻട്രിക് സർക്കിൾ. കോൺസെൻട്രിക് സർക്കിൾ എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഒരേ സെന്ററുള്ള സർക്കിൾ. അപ്പൊ വേണ്ട നമ്മള് സെന്റർ രണ്ട് സർക്കിള് ഫിഗർ തന്നിട്ടുണ്ടായിരുന്നു. സെന്റർ ഒ ആണ്. എ ബി സി ഡി എന്ന് പറയുന്നത് പോയിന്റുകൾ കണ്ടല്ലോ, എ ബി സി ഡി. പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? പ്രൂവ് എ ബി ഈസ് ഈക്വൽ ടു സി ഡി. പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ ബി ഈസ് ഈക്വൽ ടു സി ഡി. എ ബി എന്ന് വെച്ചാൽ എന്താ? ഈ കുഞ്ഞു നീളം. സി ഡി എന്ന് വെച്ചാൽ ഈ കുഞ്ഞു നീളം. ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്നാ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് സെന്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ അങ്ങോട്ട് വരച്ചു വെക്കാം. പെർപെൻഡിക്കുലർ അല്ല, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പൊ നമ്മൾ എന്ത് പറയാം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലേ വരച്ചത്, അതുകൊണ്ട് ഇതിനെ വലിയ സർക്കിൾ കൺസിഡർ ചെയ്യും മക്കള്. വലിയ സർക്കിളിലെ കോഡാണ് ആര്? എ ഡി. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അപ്പൊ ഇതിവിടെ കൂട്ടിമുട്ടിയ പോയിന്റിന് നമുക്ക് വന്നൊരു എം എന്ന് പേര് കൊടുക്കാം. ആ ഫിഗർ ആണ് ഈ തന്നേക്കുന്നത്. കണ്ടോ? ഓയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു, അത് എമ്മിൽ കൂട്ടിമുട്ടി. മക്കളെ ചെറിയ സർക്കിൾ നോക്കാതെ വലുത് മാത്രം നോക്ക്. വലുതാണ് എ ഡി. എ ഡിയിൽ വരച്ച മിഡ് പോയിന്റ് ആണ് എം. അതായത് എ എം ഇസ് ഈക്വൽ ടു ഡി എം. റീസൺ എന്താ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ തുല്യമായ രണ്ട് പാർട്ടാക്കി. ഇനി മക്കള് കുഞ്ഞി സർക്കിൾ നോക്കിക്കേ. കുഞ്ഞു സർക്കിളിന്റെ കോഡ് ഏതാ? ബി സി. ബി സിയുടെയും ബൈസെക്ടർ അല്ലേ എം. അതായത് ബി എം എന്ന് പറയുന്നതും സി എം എന്ന് പറയുന്നതും ഈക്വലായി. ബി സിയെ രണ്ട് തുല്യമായ പാർട്ടാക്കി, ഇതും ഇതും. മക്കളെ ഇതിന്റെ ലെഫ്റ്റ് സൈഡുകൾ തമ്മിലൊന്ന് സബ്ട്രാക്ട് ചെയ്തേ. ലെഫ്റ്റ് സൈഡ് ഏതാ? എ എമ്മും ബി എമ്മും. എ എമ്മിൽ നിന്ന് ബി എം സബ്ട്രാക്ട് ചെയ്യേ. അതും ഡി എമ്മിൽ നിന്ന് സി എം സബ്ട്രാക്ട് ചെയ്യുന്നതും ഈക്വൽ അല്ലേ? നോക്ക്, എ എം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയാണ്. ഇത്രയും നീളത്തിൽ നിന്നും ആരെ കളയുന്നു? ബി എമ്മിനെ കളയുന്നു. ഇത്രയും കളഞ്ഞു. മിച്ചം എന്തുണ്ട്? എ ബി. അപ്പൊ എ എം മൈനസ് ബി എം എന്ന് പറഞ്ഞാൽ ആരാ? എ ബി ആണ്. ഇസ് ഈക്വൽ ടു ഇവിടെ ആരാ? ഡി എം മൈനസ് സി എം. ഡി എം എന്ന് പറഞ്ഞാൽ ഇത്രയും നീളം, അതിൽ നിന്ന് സി എം കളാ. മിച്ചം എന്തുണ്ട്? സി ഡി. എന്ത് കിട്ടി? എ ബി ഇസ് ഈക്വൽ ടു സി ഡി എന്ന് കിട്ടിയില്ലേ? ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. എന്താ പറഞ്ഞത്? രണ്ട് കോൺസെൻട്രിക് സർക്കിളുകൾ, അതിലെ നെയിമിംഗ് ഒക്കെ അവർ തന്നു. ഈ ബി സിയും സി ഡിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്തു? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു, എന്നിട്ട് വലിയ സർക്കിൾ മാത്രം കൺസിഡർ ചെയ്തു. അപ്പൊ എന്ത് മനസ്സിലായി? എ ഡി ഒരു കോഡാണ്. കോഡിനെ എം രണ്ട് ഈക്വൽ പാർട്ട് ആക്കുന്നു. ആ ഈക്വൽ പാർട്ടുകളാണ് എ എമ്മും ഡി എമ്മും. അതായത് എ എം ഇസ് ഈക്വൽ ടു ഡി എം. ഇനി ചെറിയ സർക്കിളിനെ മാത്രം നോക്കി. അപ്പൊ മനസ്സിലായി ബി സി ഒരു കോഡാണ്. ബി സിയെ രണ്ട് ഈക്വൽ പാർട്ട് ആക്കുന്നു ആര്? എം. അതായത് ബി എമ്മും സി എമ്മും ഈക്വൽ ആണ്. ഇനി രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ എന്താ? എ എമ്മിൽ നിന്ന് ബി എം പോയി. അപ്പൊ ആരാ? എ ബി. സിമിലർലി റൈറ്റ് സൈഡുകൾ ചെയ്യുന്നു. ഡി എമ്മിൽ നിന്നും സി എം പോയി. സി ഡി. ഓക്കെ, അപ്പൊ എ ബി സി ഈക്വൽ ടു സി ഡി എന്ന് പ്രൂവ് ആയില്ലേ? അത്രയും പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് അവര് പറഞ്ഞത്. മക്കളെ കോംപ്ലിക്കേറ്റഡ് കോൺസെപ്റ്റുകളായി വരികയാണ്. എന്ന് വെച്ചാല് ചെറുതല്ല, ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ട്. സെമി സർക്കിൾ ആംഗിൾ 90 ഡിഗ്രി, അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇപ്പൊ എവിടം വരെ വന്നു?
സെന്ററിൽ നിന്നും ഒരേ ദൂരത്തിൽ മാറി കിടക്കുന്ന കോഡുകൾക്ക് ഒരേ ലെങ്ത് ആണ്, അഥവാ ഒരേ ലെങ്ത് ഉള്ള കോഡുകൾ സെന്ററിൽ നിന്നും ഒരേ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ മക്കളപ്പം നല്ലതായിട്ട് പഠിച്ച് നോട്ടൊക്കെ എഴുതി വെച്ചിട്ട് ഒന്നുകൂടെ ഏത് ചാപ്റ്റർ അറിഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റൂ? സർക്കിൾസ് മാത്രം അറിഞ്ഞാൽ മതിയോ? പോരാ, ട്രയാങ്കിളിലെ കോൺഗ്രുവൻസി കൂടെ അറിയാവുന്നവർക്ക് ഇത് പഠിക്കാൻ പറ്റും, അല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.